നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വലിയ കറക്ഷൻ ഫേസ് ചെയ്യുന്നു. സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒട്ടുമിക്ക എല്ലാ സുഹൃത്തുക്കളുടെയും പോർട്ട്ഫോളിയോ റെഡിലാണ്. ഇന്നലെ ടെലിഗ്രാം ചാനലിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അതിൽ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ അക്കൗണ്ട് കണ്ടപ്പോഴാണ് ഇതേപോലെ ഒരു കാര്യം നിങ്ങളോടും പറഞ്ഞു തരണമല്ലോ എന്ന് കരുതിയത്. 37 സ്റ്റോക്കുകളാണ് ആള് ഡെലിവറി എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഏകദേശം 7 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മാത്രം ലോസ് ആയത് 24,000 രൂപയ്ക്ക് അടുത്താണ്. അതിൽ കുറച്ച് സ്റ്റോക്കുകൾ റീസെന്റ് ആഡ് ചെയ്തതാണ്. ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളെല്ലാം റെഡിലോട്ട് പോയതിനു ശേഷം വീണ്ടും സ്റ്റോക്കുകൾ വാങ്ങുന്നതിന്? നല്ല കറക്ഷൻ അല്ലേ, ഈ സമയത്ത് വാങ്ങിച്ചോളാൻ കൂട്ടുകാരൻ പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പ്രൊട്ടക്ട് യുവർ ക്യാപിറ്റൽ. എന്ത് വില കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ സേവ് ചെയ്ത് പിടിക്കണം. ഒരിക്കലും അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവരുത്. ഒരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ച് അത് 95 എത്തുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ നിർബന്ധമായിട്ടും അത് സ്റ്റോപ്പ് ലോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്യാപിറ്റലിന്റെ 5% പോകത്തുള്ളൂ. നിങ്ങളുടെ ടാർഗറ്റ് 105 ആണെങ്കിൽ ഈ 95 10% മേലുള്ള സ്റ്റോക്ക് വളർന്നാൽ മാത്രമേ പിന്നീട് ആ 105 എത്തത്തുള്ളൂ. നിങ്ങൾ ആ സ്റ്റോക്ക് എന്തുമാത്രം വളരണമെന്ന് ആഗ്രഹിച്ചോ അതിന്റെ ഇരട്ടി വളർന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ലാഭമായിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എപ്പോഴും ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഒറ്റ കാര്യം നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.